ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഒരു മോർണിംഗ് റുട്ടീനാണ് ഷെയർ ചെയ്യണത്. രാവിലെ ഇപ്പോൾ വെക്കേഷൻ സമയമായതുകൊണ്ട് തന്നെ ഒരു 6:45 എഴുന്നേൽക്കാറുള്ളൂ. ക്ലാസ്സൊക്കെ ഉള്ള സമയമാണെങ്കിൽ 5 മണിയാകുമ്പോൾ എഴുന്നേറ്റാലാണ് എല്ലാ പണികളും തീരുള്ളൂ. ഇപ്പോൾ പിന്നെ ആ ഒരു ടെൻഷനില്ല. വൈകുന്നേരം ആണെങ്കിൽ പാത്രങ്ങളും കാര്യങ്ങളെല്ലാം കഴുകി കിച്ചൺ ക്ലീനാക്കി വെച്ചേക്കണ കാരണം രാവിലെ വരുമ്പോൾ പണികളൊക്കെ നല്ല ഈസിയാണ്. അത് വെക്കേഷൻ ആയാലും അല്ലെങ്കിൽ ക്ലാസ് ഉള്ളപ്പോഴൊക്കെ ആയാലും അത് ആ റുട്ടീനിലൊരു മാറ്റമൊന്നുമില്ല. ഇപ്പോൾ പിന്നെ കിച്ചൺ ക്ലീനിങ്ങിനൊക്കെ മക്കൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വൈകുന്നേരങ്ങളിൽ പെട്ടെന്ന് പണികൾ തീരും. ക്ലാസ്സൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരധികം അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാനുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ എനിക്ക് മൊത്തത്തിൽ കുറേ പണികളാകുമ്പോൾ ആ സമയത്ത് നേരം പോണതേ അറിയില്ല. നമുക്കങ്ങനെ ജോലികൾ ചെയ്യുമ്പോൾ അമിതമായിട്ട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഐഡിയ എന്ന് പറഞ്ഞത് പാട്ട് കേട്ട് പണികൾ ചെയ്യുക എന്നുള്ളതാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് 70s 80s 90s ആ സമയത്തെ പാട്ടുകളൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇപ്പോൾ കേൾക്കാൻ ഇഷ്ടം. ഞാൻ യൂട്യൂബിൽ ഒരു റെസിപ്പി കണ്ടിട്ടുണ്ടായിരുന്നു, 1 മണിക്കൂർ കൊണ്ട് വെള്ളയപ്പം ഉണ്ടാക്കുന്നത്. അതൊന്ന് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് 2 കപ്പ് വറുത്ത അരിപ്പൊടി, 1/4 കപ്പ് ചോറ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഈസ്റ്റ്, പിന്നെ ഞാനതിലേക്ക് 1/2 കപ്പ് നാളികേരം ചിരുവിയതാണ് ചേർക്കുന്നത്. സാധാരണ നാളികേരപ്പാലാണ് ഞാൻ ചേർക്കാറ്. ഇപ്പോൾ ഈ റെസിപ്പിയിൽ നാളികേരം ഇതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് 1/2 കപ്പാണ് ചേർക്കണേ. പിന്നെ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു വെള്ളത്തിനേലും കുറച്ചും കൂടി നല്ലത് നാളികേരപ്പാൽ തന്നെ ചേർക്കണതായിരുന്നു എന്ന്. ഇനി ഞാൻ മാവ് ഏകദേശം അതിൻ്റെ 2 കപ്പ് പോരായിരുന്നു വെള്ളം കേട്ടോ, കുറച്ചും കൂടി എനിക്ക് ചേർക്കേണ്ടി വന്നു. മാവ് കട്ടിയുണ്ടായിരുന്നു. ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയൊക്കെ നോക്കിയിട്ട് ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുക്കറിലോട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കുക്കറിൽ ഒഴിച്ചിട്ട് അത് കുക്കർ മൂടി വെക്കുക, അതുപോലെ എയർ ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. വേറൊരു പാത്രത്തിൽ ഞാൻ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ആവി വരണം. ആ ഒരു പാത്രത്തിൻ്റെ മുകളിലോട്ട് കുക്കറിന് ഇങ്ങനെ കയറ്റി വയ്ക്കുക. ആ ഒരു ആവിയിൽ ആ ഒരു അപ്പത്തിൻ്റെ മാവ് വീർത്ത് വരണം. ഇനി ഞാൻ വെജിറ്റബിൾ സ്റ്റൂവിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള കറിക്ക് എന്ത് കഷ്ണങ്ങളൊക്കെ വേണം എന്നുള്ളതൊക്കെ ഞാൻ അവിടെ എടുത്ത് സെറ്റാക്കി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും സമയം ഏകദേശം 7:15 കഴിഞ്ഞിട്ടുണ്ട്. ഒരു 8:15 ആകുമ്പോഴാണ് വെള്ളയപ്പത്തിൻ്റെ മാവ് സെറ്റാവുള്ളൂ. അപ്പോൾ എനിക്ക് അതുവരെ ഫ്രീ ടൈമാണ്. ഞാൻ കുറച്ച് നേരം പേപ്പറൊക്കെ വായിച്ചു, ചായയൊക്കെ കുടിച്ചു. വെക്കേഷൻ സമയത്താണ് നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ടൈം മാറ്റി വയ്ക്കാൻ എനിക്ക് കൂടുതൽ കിട്ടാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ കുറച്ച് ഫ്രീ ആണല്ലോ, അപ്പോൾ ഒരു 15 മിനിറ്റ് എടുത്തിട്ട് ഒരു ഫേസ് പാക്ക് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു മാമഎർത്തിൻ്റെ ചിയ ഫേസ് പാക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചിയ സീഡ്സും സെറമൈഡ്സ് ആണ്. ചിയ സീഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. സെറമൈഡ്സ് സ്കിന്നിന് നല്ലൊരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫേസ് പാക്കിൻ്റെ പോലെ തന്നെ നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ് ഇതിന് കിട്ടുന്നത്. മാത്രമല്ല എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതിൽ ചിയ സീഡ്സിൻ്റെ ഒക്കെ പീസസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിൻ നല്ല ഗ്ലോവിയും ബൗൺസി ആയിട്ടൊക്കെ വെക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സ്പൂണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെടുത്തിട്ട് നമ്മുടെ ഫേസിൽ മുഖം നന്നായി കഴുകിയ ശേഷം മുഖത്ത് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം. 15 മിനിറ്റ് വെച്ച ശേഷം ഫുള്ളായിട്ടും വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഒരു കൊറിയൻ ഗ്ലാസ് സ്കിന്നൊക്കെ കിട്ടാനായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഫേസ് മാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അവരെ പോലെ തന്നെ നല്ലൊരു ക്ലിയർ സ്കിൻ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ഫേസ് മാസ്കിൻ്റെ ഇത് നമുക്ക് പല വെറൈറ്റിയിൽ വരുന്നുണ്ട്. മുൾട്ടാനി മിറ്റി, വിറ്റാമിൻ സി, ചാർക്കോൾ, ടീ ട്രീ എന്നിങ്ങനെയുള്ള വേരിയേഷൻസിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിയ സീഡ്സ് ഡയറക്റ്റ് അരച്ചിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കാണുന്ന ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും വരിക. ഇത്തിരി ഒരു ഫ്ലോവി പോലെയാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്താലും പെട്ടെന്ന് അങ്ങോട്ട് ഒരു പിടിക്കുന്ന പോലെ ഒരു ഒഴുകി പോകുന്ന ഒരു രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മാമഎർത്ത് ഫേസ് മാസ്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടില്ല, നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാം തന്നെ നമുക്ക് മാമഎർത്ത് വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. മാമഎർത്ത് വെബ്സൈറ്റും ആപ്പിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഹെൽന 2025 എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്താൽ 20% ഓഫ് കിട്ടും. മാത്രമല്ല ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പേപ്പിൾ എന്നിങ്ങനെയുള്ള വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് മാമഎർത്ത് പ്രോഡക്റ്റ്സ് കിട്ടുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഫേസ് മാസ്ക് 15 മിനിറ്റ് അപ്ലൈ ചെയ്ത ശേഷം ഫുള്ളായിട്ടും വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്കിൻ നല്ല വാഷ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞാലും നല്ലൊരു ഗ്ലോവും നമ്മുടെ ഫേസിന് കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അങ്ങനെ നമ്മൾ കിച്ചണിലോട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ വെജിറ്റബിൾ സ്റ്റൂവിന് വേണ്ട പീസസൊക്കെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ക്യാരറ്റ് അല്ലാതെ തന്നെ നമ്മുടെ വെള്ളയപ്പത്തിന് മാവ് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അതുകൊണ്ടാണ് 1 മണിക്കൂർ തന്നെ കൊണ്ട് തന്നെ വീർത്ത് പൊന്തി ഇങ്ങനെ കറക്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ വേഗം തന്നെ വെജിറ്റബിൾ സ്റ്റൂവിന് വേണ്ടിയിട്ടുള്ളതൊക്കെ കുക്കറിലൊന്ന് സെറ്റാക്കി വെക്കുകയാണ്. അത് റെഡി ആകുമ്പോഴേക്കും വേഗം വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം. കുക്കറിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അതിലേക്ക് 4 ഏലക്കായ, ഒരു 4-5 ഗ്രാമ്പു, ഒരു പീസ് പട്ട എന്നിവയൊക്കെ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കുകയാണ്. ഒന്ന് ചൂടായാൽ മതി.
കുരുമുളക് ഞാൻ ചേർക്കാറില്ല, കുരുമുളക് പൊടിയാണ് ചേർക്കാറ്. ഇതിലേക്ക് ഞാൻ ഒരു സവാള നൈസായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു 6 അല്ലി വെളുത്തുള്ളി, 2-3 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാളാനെ. അത് വഴറ്റിയെടുത്ത ശേഷം ഞാൻ അതിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അധികം ഇട്ട് വഴറ്റേണ്ട കാര്യമില്ല, കുക്കറിൽ വേവിക്കേണ്ട കാരണം തന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് അതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ ദേ ചേട്ടൻ ഫ്രീ ആയിരുന്നുകൊണ്ട് തന്നെ ചേട്ടൻ എന്നെ സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത്. ചേട്ടൻ ഇങ്ങനെ മുടക്ക ദിവസമൊക്കെ ആണെങ്കിൽ ഇതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ മാവൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി, ചേട്ടൻ അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും. അത് ദോശയോ ഇഡ്ഡലിയോ വെള്ളയപ്പോ അതൊക്കെ ചേട്ടൻ ഉണ്ടാക്കാൻ ഇങ്ങനെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ചെയ്തു തരും. കറികളൊക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. ചേട്ടന് കുക്കിംഗ് അറിയാം ശരിക്കും പറഞ്ഞാൽ. ചേട്ടൻ പുറത്തായിരുന്ന സമയത്ത് ഞാൻ ആദ്യം ഉണ്ടായിരുന്നു, ചേട്ടനും ഞാൻ ഒരുമിച്ച് നിന്നിരുന്നത്. പിന്നെ ഞാൻ നാട്ടിൽ പോകുന്ന ശേഷമാണ് ചേട്ടൻ കുക്കിംഗ് ഒക്കെ പഠിച്ചത്. അപ്പോൾ ചേട്ടന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചേട്ടൻ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഇവിടെ വരുമ്പോൾ ചേട്ടൻ കറികളൊന്നും വയ്ക്കുന്നില്ല, അതൊന്നും ചേട്ടൻ ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പോൾ ചേട്ടൻ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനാണ് ഇപ്പം എന്നെ ഇങ്ങനെ സഹായിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ വെള്ളയപ്പം മാവ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാവിൻ്റെ കൺസിസ്റ്റൻസിയും കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ആകെ 2 കാര്യങ്ങളാണ് എനിക്കതിൽ കുറവ് തോന്നിയത്. വെള്ളം നമ്മൾ ഒഴിച്ചതിന് പകരം തേങ്ങാപ്പാൽ തന്നെയായിട്ട് അരച്ചൊഴിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടിയതിനേയും തോന്നി. പിന്നെ മധുരം കുറച്ചും കൂടി ചേർക്കാമെന്നും തോന്നിയിരുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് എനിക്ക് വെള്ളയപ്പം മാവ് ഉണ്ടാക്കിയപ്പോൾ തോന്നിയത് കേട്ടോ. വെജിറ്റബിൾ സ്റ്റൂവിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് ഉടച്ചു കൊടുത്തു തവി വെച്ചിട്ട്. അതിന് ശേഷം ഞാൻ അതിലേക്ക് 2-ാം പാല് നാളികേരം ചിരണ്ടിൻ്റെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതും കൂടി ചേർത്താലാണ് ചാറ് വരുള്ളൂ. അപ്പോൾ അത് ഒന്ന് തിളക്കട്ടെ. ആ നേരം കൊണ്ട് ഞാൻ കാഷ്നട്ടും മുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ അത് ഫ്രൈ ചെയ്ത് വരുന്ന നേരം കൊണ്ട് ഞാൻ ഇപ്പുറത്ത് ആ കറി തിളച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 കപ്പ് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി അതൊന്ന് ചൂടായാൽ മാത്രം മതി. കറിക്ക് തിക്നെസ് കുറവ് തോന്നുകയാണെങ്കിൽ 1 ടീസ്പൂൺ മൈദ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കട്ടി വരും കറിക്ക് വേണമെങ്കിൽ. അതും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ നമ്മൾ ഗരം മസാലയും കൂടി ഒന്ന് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും മുന്തിരിയും കൂടി ഇതിന് മുകളിൽ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മൂടി വെക്കുക. കഴിക്കാൻ നേരത്ത് എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും സ്മെല്ലുമാണ് കേട്ടോ. അങ്ങനെ സമയം 9 മണി കഴിഞ്ഞു. കാരണം ഇന്ന് വെള്ളയപ്പം മാവൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടൊക്കെയല്ലേ നമ്മൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് കുറച്ച് സമയം എടുത്തു. അപ്പോൾ 9 മണി കഴിഞ്ഞു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുൻപ് ഞാൻ എപ്പോഴും വന്നിട്ട് ആദ്യം പാത്രങ്ങളെല്ലാം കഴുകി തീർത്തിട്ട് തന്നെ പോവുള്ളൂ. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം സമാധാനമായിട്ട് ഇരിക്കണം. അപ്പോൾ ഇവിടെ പാത്രങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ വരുമ്പോൾ തന്നെ കാണുമ്പോൾ ഒരു ദേഷ്യം വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴുകി എല്ലാം വെച്ചിട്ടാണ് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുക. അപ്പോൾ ആ ഒരു രാവിലത്തെ സെറ്റ് പണികൾ അങ്ങോട്ട് കഴിഞ്ഞല്ലോ. പിന്നെ ലഞ്ചിൻ്റെ പണികൾ പിന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ മക്കളും അവരെല്ലാവരും കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം കഴുകി തീർത്തിട്ടാണ് പിന്നെ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞു സ്വസ്ഥമായി. അപ്പോൾ നമ്മുടെ വെള്ളയപ്പവും വെജിറ്റബിൾ സ്റ്റൂവും കൂടി കഴിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് വെള്ളയപ്പവും കറിയും. പ്രത്യേക ഒരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ആയിരുന്നു ഈ സ്റ്റൂ ഉണ്ടായിരുന്നത്. എനിക്ക് എപ്പോഴും ഉണ്ടാക്കുന്നതാണ്. ചിക്കൻ സ്റ്റൂവും അത് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ സ്റ്റൂ ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.